ഹായ്. വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് മോമോസ് ഉണ്ടാക്കിയാലോ എന്നിങ്ങനെ ചിന്തിച്ചത്. മുമ്പ് ഞാൻ ഉണ്ടാക്കിയ മോമോസ് മക്കൾക്ക് അത്ര കണ്ട് ഇഷ്ടമായില്ല കേട്ടോ. അപ്പോൾ ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന് വിചാരിച്ചു. ഈ രീതിക്ക് ഉണ്ടാക്കിയപ്പം അവർക്ക് ഭയങ്കര ഇഷ്ടമായി. 2 കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഓയിലും കൂടെ ചേർത്ത് വെള്ളം ചേർത്ത് നന്നായി ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ നന്നായി കുഴച്ചെടുക്കുക. മാവൊക്കെ നന്നായി കുഴച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി അതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം. ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ക്യാബേജ് ഉണ്ട്, കുറച്ച് പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കുരുമുളകിൻ്റെ പൊടിയാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും കുറച്ച് സോയാ സോസും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഉപ്പും കുരുമുളകും കൂടെ ചേർത്ത് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്തിട്ടുണ്ട്. കുറച്ച് ഒരു കാശ്മീരി ചില്ലി പൗഡറും ചിക്കൻ മസാല ഗരം മസാല ഏതെങ്കിലും ഒന്ന് ഒരു 1/2 ടീസ്പൂൺ ചേർക്കുക. ചപ്പും പുതിനയില ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നന്നായിട്ട് കുഴച്ചതിന് ശേഷം അതൊന്ന് മാറ്റി വെക്കുക. ഇനി നമുക്ക് മാവ് പരത്തിയെടുക്കണം. പരത്തിയെടുത്ത മാവ് ഇതുപോലെ വട്ടത്തിൽ മുറിച്ചെടുക്കുക. നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നമുക്കിതുപോലെ റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുക്കാം. കട്ടി കൂടിയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഒന്നും കൂടെ പരത്തി കൊടുക്കുക. അതില്ലെങ്കിൽ നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഓരോരുത്തരും ഓരോ രീതിയിലാണ് നമ്മൾ മോമോസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു രീതിക്കാണ് ഇത് ഷേപ്പാക്കി കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ മോമോസ് ഫില്ലിങ്ങൊക്കെ നിറച്ചിട്ട് ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള മാവും അതുപോലെ പരത്തിയെടുത്ത് നമുക്ക് മുറിച്ചെടുത്ത് ഇതുപോലെ ഫില്ലിങ് നിറച്ച് കൊടുക്കാം. എല്ലാ മോമോസും ഇതുപോലെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ചധികം തന്നെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ മോമോസ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അവരൊക്കെ നന്നായി കഴിച്ചോളും. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ തന്നെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും ഞാനിതുപോലെ തന്നെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഇഡ്ഡലി പാത്രത്തിൽ ഒരു 10 മിനിറ്റ് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കനൊക്കെ നന്നായി വന്നതുകൊണ്ട് കൂടുതൽ സമയമൊന്നും വെക്കണമെന്നില്ല. ഒരു 10 മിനിറ്റ് വെച്ചാൽ തന്നെ മോമോസ് റെഡി ആയിക്കോളും. മോമോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സപ്പോർട്ടൊക്കെ തരണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.